നമസ്കാരം. നമ്മുടെ ഈ ആഴ്ചത്തെ ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മൾ പഠിച്ചു. അന്ന് നമ്മൾ പറഞ്ഞു ഈ ആഴ്ച നമ്മൾ കൊളോയിഡ്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് ആയിരിക്കും പഠിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്. അതിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലൈറ്റ് ഫിനോമിനയാണ്. ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ കാണിക്കുന്ന ചില പ്രതിഭാസങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി രണ്ട് തരമുണ്ട്. വൺ ഈസ് കോൾഡ് ടിൻഡൽ എഫക്റ്റ് ഇൻ കൊളോയിഡ്സ് ആൻഡ് സെക്കൻഡ് ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രൗണിയൻ മോഷൻ ഓഫ് കൊളോയിഡ്സ്. ഇതിൽ ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വ്യൂവ്ഡ് ബൈ an ultra microscope. Tyndall effect is the scattering of light particles or light rays by colloidal particles viewed by an ultra microscope. That is called Tyndall effect. അപ്പോൾ Tyndall effect എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിളിൽ തട്ടി പ്രകാശം നാല് വശത്തേക്കും ചിന്നി ചിതറുന്ന പ്രക്രിയ. ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓലമേഞ്ഞ പുരകൾ, അതുമാതിരി സുഷിരങ്ങൾ, ഇപ്പോൾ ഓട് ഒക്കെ മേഞ്ഞ വീട്ടിൽ ഏതെങ്കിലും ഒരു സുഷിരത്തിലൂടെ രാവിലെ സൂര്യൻ്റെ പ്രഭാത രശ്മികൾ വരുമ്പോൾ നമ്മൾ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ രശ്മിയുടെ പാസേജ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ പാത്ത്, അതിൻ്റെ ആ ഒരു ലൈൻ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പൊടി ഇങ്ങനെ പറക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് ദ റേ ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ദിസ് ലൈറ്റ് ബൈ ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എയർ. അന്തരീക്ഷത്തിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ തട്ടി ഈ ലൈറ്റ് നാല് സൈഡിലേക്കും 360 ഡിഗ്രിയിലേക്കും സ്കാറ്റർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ലൈറ്റ് റേ വിസിബിളായി മാറുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ടിൻഡൽ എഫക്റ്റ്. ആ സെയിം ഫിനോമിന തന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ തട്ടി ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത് വഴി ആ ലൈറ്റിൻ്റെ റേ, ആ പാസേജ്, ആ പാത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ടിൻഡൽ എഫക്റ്റ്. ദ സെക്കൻഡ് ഈസ് കോൾഡ് ബ്രൗണിയൻ മോഷൻ. ഇപ്പോൾ ബ്രൗണിയൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിക്സാഗ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഇറ്റ് ഈസ് ദ സിക്സാഗ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ. ZIG ZAG, സിക്സാഗ് എന്ന് വെച്ചാൽ ഒരു ഭ്രാന്തമായ ചലനം. ഒരു ഡ്രങ്കൻ മാൻ, ഒരു കള്ളുകുടിയൻ സഞ്ചരിക്കുന്ന പോലത്തെ ഒരു ചലനം, ഒരു പാസ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ദിസ് ഈസ് ഹാപ്പൻഡ് ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ വിത്ത് ദ ഡിസ്പേഴ്സൺ മീഡിയം പാർട്ടിക്കിൾസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസും ഡിസ്പേഴ്സൺ മീഡിയം പാർട്ടിക്കിൾസും തമ്മിൽ കൂട്ടി ഇടിക്കുന്നത് വഴിയാണ് ഈ രീതിയിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, മൂവ് ചെയ്യുന്നത്. ആൻഡ് ദിസ് zigzag movement of colloidal particles that is also viewed by an ultra microscope, that is called Brownian motion or Brownian movement. ഇത് രണ്ടുമാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഇനിയും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്. കൊളോയിഡിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ ചാർജ്ഡ് ഇൻ നേച്ചർ. And that is discovered by a phenomenon called, a process called electrophoresis. അപ്പോൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ടേക്ക് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ എ U or V shaped tube whose two limbs are open. നമ്മളൊരു V ഷേപ്പ് അല്ലെങ്കിൽ U ഷേപ്പ് ഉള്ള ഒരു ട്യൂബിൽ, ഗ്ലാസ് ട്യൂബിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമ്മൾ എടുക്കുന്നു. അതിൻ്റെ ആ ലിംബുകൾ, ആ യുവിൻ്റെ രണ്ട് അഗ്രങ്ങളും ഓപ്പണാണ്, തുറസായതാണ്. വി ആർ ഇമേഴ്സിങ് 2 ഇലക്ട്രോഡ്സ് ത്രൂ ദ colloid.
ആ രണ്ട് ലിമ്പിലൂടെയും രണ്ട് ഇലക്ട്രോഡുകൾ നമ്മൾ ആ കൊളോയിഡിലേക്ക് മുക്കി വെക്കുന്നു. വൺ ഈസ് കാഥോഡ്, അതർ ഈസ് ആനോഡ്. നമ്മളതിനെ ഒരു ഇലക്ട്രിക്കൽ സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു, കറണ്ട് പാസ് ചെയ്യിപ്പിക്കുന്നു. ദെൻ വി ക്യാൻ സീ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ മൂവിങ് in any one of the direction, either towards cathode or towards anode, leaving behind the medium particles, dispersed medium particles. അപ്പോൾ ഇതിനകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്, അതിനെയാണ് നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആ പാർട്ടിക്കിൾസ് ഒന്നുകിൽ കാഥോഡിൻ്റെ സൈഡിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ അനോഡിൻ്റെ സൈഡിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാം. കാഥോഡിൻ്റെ സൈഡിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ആ ഫിനോമിനെ പറയുന്ന പേരാണ് കെറ്റാഫോറസിസ് എന്ന് പറയും. ആനോഡിൻ്റെ സൈഡിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അനാഫോറസിസ്. അപ്പം കെറ്റാഫോറസിസ് ഇസ് ദ മൂവ്മെന്റ് ടുവേഴ്സ് കാഥോഡ് സൈഡ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ആൻഡ് അനാഫോറസിസ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടുവേഴ്സ് ആനോഡ് വെൻ ഇലക്ട്രിക് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദ കൊളോയിഡൽ സിസ്റ്റം. ഈ രണ്ടെണ്ണത്തിനും കൂടെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയും. ഇലക്ട്രോഫോറസിസ് ഈസ് ദ collective name of anaphoresis and cataphoresis. അപ്പോൾ അതെന്താണ് ഇലക്ട്രോഫോറസിസ്? ഇറ്റ് ഈസ് ദ മൂവ്മെന്റ്, ഇറ്റ് ഈസ് സിംപ്ലി ദ മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് an electric field. It is the movement of the colloidal particles under the influence of an electric field, എങ്ങോട്ട്? either towards cathode or towards anode. And this phenomenon reveals that colloidal particles are charged. ഈ ഫിനോമിനൻ നമുക്ക് പറഞ്ഞു തരുന്നു കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചാർജ് ഉള്ളതാണെന്ന് പറഞ്ഞു തരുന്നു. അപ്പം അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു, ഹൗ ചാർജ് ഒറിജിനേറ്റ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്? ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ എങ്ങനെ ചാർജ് ഉണ്ടായി, എങ്ങനെ അവർക്ക് ചാർജ് കിട്ടി? ദാറ്റ് ഈസ് ഡ്യൂ ടു നമ്മൾ ആദ്യം പഠിച്ച ഫിനോമിനൻ, ഡ്യൂ ടു അഡ്സോർഷൻ, പ്രിഫറൻഷ്യൽ അഡ്സോർഷൻ എന്ന് പറയും. The charge on the colloidal particles is due to the preferential adsorption of its or their own ions. Its own ions or their own ions. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് കിട്ടാൻ കാരണം അവരുടെ തന്നെ പാർട്ടിക്കിൾസിനെ അവർ അഡ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം അത് എങ്ങനെ അഡ്സോർബ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട്, ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ ഒരു കൊളോയിഡൽ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കണം എങ്കിൽ വി ഹാവ് ടു ആഡ് ഫെറിക് ക്ലോറൈഡ് ടു ബോയിലിംഗ് വാട്ടർ വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിംഗ്. തുടർച്ചയായി ഇളക്കിക്കൊണ്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഫെറിക് ക്ലോറൈഡ് ചേർത്താൽ നമുക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ കൊളോയിഡൽ സിസ്റ്റം കിട്ടും. എങ്ങനെ? ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് ഫെറിക് ക്ലോറൈഡ്. നമ്മൾ ഇക്വേഷനിലൂടെ അത് കാണിക്കുകയാണെങ്കിൽ FeCl3 പ്ലസ് 3 എന്താണ്? H2O. FeCl3 പ്ലസ് 3H2O. arrow mark FeOH thrice plus 3HCl. By FeCl3 plus 3H2O gives FeOH thrice plus 3HCl. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്? ഫെറിക് ക്ലോറൈഡിന് ഹൈഡ്രോളിസിസ് സംഭവിച്ച് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ ഉണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കൊളോയിഡൽ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻവേരിയബിളി അസോസിയേറ്റഡ് വിത്ത് സം എമൗണ്ട് ഓഫ് ഫെറിക് ക്ലോറൈഡ് വിച്ച് ഇസ് നോട്ട് അണ്ടർഗോൺ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിന് കംപ്ലീറ്റ് ആയിട്ട് വിധേയമാകാത്ത കുറച്ച് ഫെറിക് ക്ലോറൈഡ് ഈ പറഞ്ഞ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിനകത്ത് ആ കൊളോയിഡൽ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് FeOH thrice കൊളോയിഡൽ പാർട്ടിക്കിൾസിന് അതിൻ്റെ തനതായിട്ടുള്ള ഫെറിക് അയോൺസ് Fe3+ അയോണുകൾ ഇതിനോട് അനുബന്ധിച്ച് കൊളോയിഡിന് അനുബന്ധിച്ച് ആ സിസ്റ്റത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫെറിക് ഹൈഡ്രോക്സൈഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഹാസ് എ tendency to absorb the Fe3+ ion which is common to the colloidal particles and medium. മീഡിയത്തിലും കൊളോയിഡൽ പാർട്ടിക്കിളിലും കോമൺ ആയിട്ടുള്ള Fe3+ അയോണുകളെ അതിൻ്റെ സർഫസിലേക്ക് FeOH thriceന്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ പറഞ്ഞ കൊളോയിഡൽ പാർട്ടിക്കിൾസിനുണ്ട്.
അങ്ങനെ ഡ്യൂ ടു ദ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് Fe3+ ions on the colloidal particles gives a positive charge on the ferric hydroxide salt particles. അപ്രകാരം Fe3+ അയോണുകളെ അതിൻ്റെ സർഫസിലേക്ക് ആഗിരണം അബ്സോർബ് ചെയ്യുന്നത് വഴി ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട് പാർട്ടിക്കിൾസിന് എന്തുണ്ടാകുന്നു? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഫെറിക് ഹൈഡ്രോക്സൈഡ് കൊളോയിഡൽ സിസ്റ്റത്തിനെ നമ്മൾ ഇലക്ട്രോഫോറസിസിന് വിധേയമാക്കിയാൽ പോസിറ്റീവ് ചാർജുള്ള അവരെങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന പ്രക്രിയയിൽ അവർ തീർച്ചയായിട്ടും നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡിലേക്ക് മൂവ് ചെയ്യും. സോ ദേ ഷോ കെറ്റാഫോറസിസ്. ദേ വിൽ ഷോ കെറ്റാഫോറസിസ്. അപ്പം അങ്ങനെ നമുക്ക് അൺനോൺ ആണ് ഇത്, ഈ കൊളോയിഡ് അൺനോൺ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഇലക്ട്രോഫോറസിസ് നടത്തി കെറ്റാഫോറസിസ് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദിസ് കൊളോയിഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. സിമിലർലി ആഴ്സേനിയസ് സൾഫൈഡ് സോൾട്ട്, ആഴ്സേനിയസ് സൾഫൈഡ് സോൾട്ട് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്സേനിയസ് ഓക്സൈഡിൻ്റെ സൊല്യൂഷനിലൂടെ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യിപ്പിക്കുന്നു. ആഴ്സേനിയസ് സൾഫൈഡ് സോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആഴ്സേനിയസ് സൾഫൈഡ് ഉണ്ടാക്കുന്നത് ആഴ്സേനിയസ് ഓക്സൈഡ് സൊല്യൂഷനിലൂടെ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ആഴ്സേനിയസ് ഓക്സൈഡ് AS2O3യുമായി ഹൈഡ്രജൻ സൾഫൈഡ് H2S പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകുന്നു? AS2S3 ആഴ്സേനിയസ് സൾഫൈഡ് AS2S3. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്സേനിയസ് ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡുമായി പ്രവർത്തിപ്പിച്ച് ഈ കൊളോയിഡ് ഉണ്ടാക്കുമ്പോൾ ആ സൊല്യൂഷനിൽ എന്തുണ്ട്? നമ്മൾ പാസ് ചെയ്ത ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ കുറച്ച് പാർട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആഴ്സേനിയസ് സൾഫൈഡ് സോളിൽ ഹൈഡ്രജൻ സൾഫൈഡിലും കോമൺ ആയിട്ടുള്ള എന്താണ്? സൾഫൈഡ് അയോണുകളാണ്. അപ്പം അങ്ങനെ കോമൺ ആയിട്ടുള്ള സൾഫൈഡ് അയോണുകളെ ആഴ്സേനിയസ് സൾഫൈഡിൻ്റെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അതിൻ്റെ ഉപരിതലത്തിലേക്ക് അബ്സോർബ് ചെയ്യും. സൾഫൈഡ് അയോണുകൾക്ക് എന്ത് ചാർജാണ് ഉള്ളത്? നെഗറ്റീവ് ചാർജാണ്, S2- ആണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ആഴ്സേനിയസ് സൾഫൈഡ് കൊളോയിഡിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. സോ ആഴ്സേനിയസ് സൾഫൈഡ് സോൾ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഡ്യൂ ടു ദ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് സൾഫൈഡ് അയോൺസ് ഫ്രം ദ മീഡിയം. അതുകൊണ്ട് അവർ ഇലക്ട്രോഫോറസിസിൽ എങ്ങോട്ട് പോകും? അവർ ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് അനാഫോറസിസ് കാണിക്കും. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഈ കൊളോയിഡുകളെ നമുക്ക് നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കൊളോയിഡിൻ്റെ ചാർജ് കണ്ടുപിടിക്കാം. ചാർജ് ഉണ്ടാകുന്നതിന് കാരണം പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് ദെയർ ഓൺ അയോൺസ് ഫ്രം ദ മീഡിയം. അപ്പോൾ ഇതാണ് കൊളോയിഡിനെ സംബന്ധിച്ചിട്ട് ഉള്ള ഒരു കാര്യം. ഇനിയും കൊളോയിഡുകൾ നമ്മൾ രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു, ലയോഫിലിക്കും ലയോഫോബിക്കും. ലയോഫിലിക്ക് കമ്പാരിറ്റീവ്ലി സ്റ്റേബിളാണ്. ലയോഫോബിക്ക് എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ്. അപ്പോൾ ഈ കൊളോയിഡുകൾ അധികകാലം ഒന്നും നിലനിൽക്കത്തില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ അവർ നശിച്ചു. ദാറ്റ് ഈസ് കോൾഡ് ഡെത്ത് ഓഫ് കൊളോയിഡ് ഓർ ക്ലോട്ടിംഗ് ഓഫ് കൊളോയിഡ്. അതിന് പറയുന്ന പേരാണ് കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡ് ഓർ ഫ്ലോക്കുലേഷൻ ഓഫ് കൊളോയിഡ്. ഫ്ലോക്കുലേഷൻ എന്ന് വെച്ചാൽ കൂട്ടം ചേരുക. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കൂട്ടം ചേരുന്നത് അങ്ങനെ വലിയ അഗ്രിഗേറ്റ് മാസുകളായിട്ട് വരുമാറുന്നു. മാസീവ് പാർട്ടിക്കിൾ, സ്മോളർ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് യുണൈറ്റ് ചെയ്ത് ഗ്യാദർ ചെയ്തിട്ട് വലിയ പാർട്ടിക്കിൾസ് ആയിട്ട് ചേരുമ്പോൾ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഡ്യൂ ടു മാസ് ദേ വിൽ സെറ്റിൽ ഡൗൺ ഇൻ ദ കൊളോയിഡൽ സിസ്റ്റം. അപ്പോൾ ഫേസും മീഡിയവും രണ്ടായിട്ട് തിരിഞ്ഞിട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ഫേസ് പാർട്ടിക്കിൾസ് താഴെ അടിഞ്ഞുകൂടും, മീഡിയം പാർട്ടിക്കിൾസ് മുൾവശത്ത് ഇങ്ങനെ കാണും. And that is called death or flocculation or coagulation of colloid. So coagulation is the clotting, is the decay of colloid എന്ന് നമുക്ക് പറയും. Decay disintegration എന്നുള്ള അർത്ഥത്തിലല്ല, നാശം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു വെച്ചാൽ is the destruction of a colloidal system. അപ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നത് ഡ്യൂ ടു കെമിക്കൽ ഓർ ഇലക്ട്രോകെമിക്കൽ ഏജൻസീസ്. ഏതെങ്കിലും കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ ഏജൻസികൾ കൊണ്ടാണ് ഈ കൊളോയിഡിന് കൊയാഗുലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ സ്റ്റേബിൾ സംവാട്ട്, ഒരു പരിധി വരെ സ്റ്റേബിളാണ്. വൈ? എന്തുകൊണ്ടാണ് അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്? നമ്മൾ പഠിച്ചു കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് ഉണ്ട്. ഒന്നുകിൽ ദേ ആർ പോസിറ്റീവ്ലി ചാർജ്, ഓൾ ആർ പോസിറ്റീവ്ലി ചാർജ്, അല്ലെങ്കിൽ ദേ ആർ നെഗറ്റീവ്ലി ചാർജ്. ദിസ് ലൈക്ക് ചാർജ് റിപ്പൽ ഈച്ച് അതർ.
ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിലുള്ള ലൈറ്റ് ചാർജുകൾ എന്ത് ചെയ്യും, ഓരോന്നിലുള്ള റിപ്പൽ ചെയ്ത് നിൽക്കും. അതവരുടെ അഗ്രിഗേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഒരുമിക്കൽ പ്രിവെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ സ്റ്റെബിലിറ്റി ബിഹൈൻഡ് കൊളോയിഡ്. അതാണ് കൊളോയിഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് പിന്നിലുള്ള രഹസ്യവും. അപ്പോൾ ഈ ചാർജ് ന്യൂട്രലായി മാറണം. ചാർജ് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൊളോയിഡിന് എന്ത് പറ്റും, റിപ്പൽ ചെയ്യാൻ പറ്റത്തില്ല, അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേരും. അപ്പം ദ ന്യൂട്രലൈസേഷൻ ഓഫ് ചാർജ് ലീഡ്സ് ടു ദ കൊയാഗുലേഷൻ ഓർ ഫ്ലോക്കുലേഷൻ ഓഫ് കൊളോയിഡ് എന്ന് നമുക്ക് പറയാം. ദ ന്യൂട്രലൈസേഷൻ ഫോർ ദ എന്താണ് ക്യാൻസലേഷൻ ഓഫ് ചാർജ് ഓൺ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ ലീഡ്സ് ടു ദയർ കൊയാഗുലേഷൻ ഓർ ഫ്ലോക്കുലേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെ ഈ ചാർജ് ഇല്ലാതാക്കാം? സിമ്പിളാണ്. ബൈ ആഡിങ് എന്താണ് ആൻ ഇലക്ട്രോലൈറ്റ് വിച്ച് ക്യാൻ പ്രൊവൈഡ് ഓപ്പോസിറ്റ് അയോൺസ് ടു ദ ചാർജ് ഓൺ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജിന് ഓപ്പോസിറ്റ് ചാർജിനെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ അല്പം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റും, ദ ചാർജ് ഓൺ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഗെറ്റ് ന്യൂട്രലൈസ്ഡ് ആൻഡ് ദേ അണ്ടർഗോ ഗ്യാതറിങ് ഓർ അഗ്രിഗേഷൻ. അങ്ങനെ അവർ ഒരുമിച്ച് ചേർന്ന് നശിക്കും. അപ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ക്യാൻ ബി കോയാഗുലേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോലൈറ്റ്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ അയോണുകൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് എന്ത് ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്തു. അതേപോലെ നെഗറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ അല്ലെങ്കിൽ അയോണുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡും ഫ്ലോക്കുലേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷനും ഇതേമാകും. അപ്പോൾ ഇവിടെ ഈ ആഡ് ചെയ്യുന്ന അയോൺ അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് അതിനകത്ത് അയോണുകളുടെ ചാർജ്, ആ ചാർജിൻ്റെ പവർ കൂടുന്നതനുസരിച്ചിട്ട് കൊയാഗുലേറ്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി അവരുടെ കൂടും. അപ്പം ദ കൊയാഗുലേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് വിൽ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ചാർജ് ഓഫ് ദ അയോൺസ് ഇൻ ദ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിലുള്ള അയോണുകളുടെ ചാർജ് കൂടുന്നതനുസരിച്ച് ആ ഇലക്ട്രോലൈറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ അയോണുകൾക്ക് ഒരു കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റിയും കൂടും. ആൻഡ് ദാറ്റ് ഈസ് എ റൂൾ, അതൊരു നിയമമാണ്. ദാറ്റ് ഈസ് കോൾഡ് ഹാർഡി-ഷൾസ് റൂൾ. ഹാർഡി-ഷൾസ് റൂൾ. അപ്പോൾ എന്താണ് ഹാർഡി-ഷൾസ് റൂൾ പറയുന്നത്? എ കൊളോയിഡ് ക്യാൻ ബി കൊയാഗുലേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് അയോൺസ് ഹാവിംഗ് ഓപ്പോസിറ്റ് ചാർജ്. അത് നമുക്കറിയാം. ആ പോയിന്റ് നമ്മൾ ആദ്യം നമുക്ക് പറയുന്നു. ഒരു കൊളോയിഡിനെ നമുക്ക് ഓപ്പോസിറ്റ് ചാർജുള്ള ഒരു അയോണിൻ്റെ പ്രസൻസ് കൊണ്ട് അതിൻ്റെ അഡീഷൻ കൊണ്ട് കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കും. ആൻഡ് ഗ്രേറ്റർ ദ ചാർജ് ഓഫ് ദ അയോൺ ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് എബിലിറ്റി ടു കോസ് കൊയാഗുലേഷൻ. ആ അയോണിൻ്റെ ചാർജ് കൂടുന്നതനുസരിച്ചിട്ട് ആ അയോണിന് ഈ കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യിക്കുവാനുള്ള കപ്പാസിറ്റിയും കൂടും. അപ്പോൾ രണ്ട് പോയിന്റുകൾ ചേരുന്നതാണ് ഹാർഡി-ഷൾസ് റൂൾ. എന്താണ് വാട്ട് ഈസ് ഹാർഡി-ഷൾസ് റൂൾ? നമുക്ക് എങ്ങനെ എഴുതാം? A colloid can be coagulated by the addition of ions having opposite charge. അതാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഗ്രേറ്റർ ദ ചാർജ് ഓൺ ദ അയോൺ ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് എബിലിറ്റി ടു കോസ് കൊയാഗുലേഷൻ. ഗ്രേറ്റർ ദ ചാർജ് ഓൺ ദ അയോൺ ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് കപ്പാസിറ്റി ഓർ എബിലിറ്റി ടു കോസ് കൊയാഗുലേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ അയോണുകളെ എടുക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ അയോണുകളെ എടുത്താൽ സോഡിയം അയോൺ, പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോൺ Na+ ആണ്, 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതേപോലെ Mg2+, 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതേപോലെ Al3+, 3 യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. Sn4+, 4 യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പം ഇങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ഈ അയോണുകൾ എടുത്താൽ ആർക്കായിരിക്കും പവർ കൂടുതൽ? Sn4+. അതിനെക്കാട്ടിലും പവർ കുറവാർക്കായിരിക്കും Al3+. അതിലും കുറവായിരിക്കും Mg2+ അല്ലെങ്കിൽ Ba2+. അതിലും കുറവായിരിക്കും Na+ അല്ലെങ്കിൽ K+. അപ്പോൾ ദ കൊയാഗുലേറ്റിംഗ് പവർ ഓഫ് ദ പോസിറ്റീവ് അയോൺസ് ഇൻക്രീസസ് ഫ്രം പൊട്ടാസ്യം ഓർ സോഡിയം ടു കാൽസ്യം ടു അലൂമിനിയം ടു സ്റ്റാനസ് Sn4+. അതേപോലെ ഒരു പോസിറ്റീവ് കൊളോയിഡൽ സിസ്റ്റത്തിനെ കൊയാഗുലേറ്റ് ചെയ്യിക്കുവാനുള്ള നെഗറ്റീവ് അയോൺസിൻ്റെ പവറും ചാർജ് കൂടുന്നതനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജുള്ള ഒരു അയോണാണ് Cl- ക്ലോറൈഡ് ആനയോൺ. 2 യൂണിറ്റ് നെഗറ്റീവ് ചാർജുള്ള ഒരു അയോണാണ് സൾഫേറ്റ് ആനയോൺ SO4 ആനയോൺ. 3 യൂണിറ്റ് നെഗറ്റീവ് ചാർജുള്ള ഒരു അയോണാണ് ഫോസ്ഫേറ്റ് PO4 3- ആനയോൺ. അപ്പോൾ ഇവരിൽ ആർക്കായിരിക്കും പവർ കൂടുതൽ?
3- ചാർജുള്ള ഫോസ്ഫേറ്റ് ആനിയോണുകൾക്ക് പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡുകളെ കൊയാഗുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതിലും കുറവായിരിക്കും SO4 2- അയോണുകൾക്ക്. അതിലും കപ്പാസിറ്റി കുറവായിരിക്കും Cl- അയോണുകൾക്ക്. കാരണം PO4 3- അയോണുകൾക്ക് പോസിറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡിൻ്റെ 3 പാർട്ടിക്കിൾസിനെ അതിന് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഒരു അയോണിന് 3 ചാർജ് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് കൊളോയിഡൽ പാർട്ടിക്കിളിലെ 3 പോസിറ്റീവിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് പവർ കൂടുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് അഡി-ഷൾസ് റൂൾ എന്ന് പറയും. ഇനി നമുക്കിവിടെ പഠിപ്പിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ദാറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഗോൾഡ് ഓർ മെറ്റൽ സോൾസ്. മെറ്റൽ സോളുകൾ, മെറ്റൽ കൊളോയിഡൽ സിസ്റ്റങ്ങൾ, എസ്പെഷ്യലി ഗോൾഡ് കൊളോയിഡൽ സിസ്റ്റം ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ആർക്ക് മീൻസ് ഇലക്ട്രിക്കൽ ആർക്ക്. ഇലക്ട്രിക്കൽ എന്താണ് ഒരു പവർ, അത് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഗോൾഡ് ഇലക്ട്രോഡുകൾ എടുക്കും. 2 ഗോൾഡിൻ്റെ റോഡുകൾ, ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് എടുക്കുന്നു. ഇറ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ആൻ ആൽക്കലി സൊല്യൂഷൻ, ഡൈലൂട്ട് ആൽക്കലി സൊല്യൂഷൻ, വാട്ടർ സൊല്യൂഷൻ ഓഫ് ആൽക്കലി, ഡൈലൂട്ട് സൊല്യൂഷനാണ്. അതിലേക്ക് ഈ 2 ഇലക്ട്രോഡുകളെ നമ്മൾ മുക്കി വെക്കുന്നു, ഇറക്കി വെക്കുന്നു. ഈ 2 ഇലക്ട്രോഡുകളെയും ഒരു 50,000 വോൾട്ട് കണക്ട് ചെയ്യാനായിട്ട്, എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡക്ഷൻ കോയിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിനുശേഷം ഈ വെച്ചിരിക്കുന്നത് എൻ്റെ സെറ്റപ്പ്, ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ട്രഫ്. ഒരു ട്രഫിലാണ് ഇതെല്ലാം കൂടെ വെച്ചിരിക്കുന്നത്, ഈ സെറ്റപ്പ് എല്ലാം. ഇറ്റ് ഈസ് കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ ഐസ്, കോൾഡ് വാട്ടർ ഓർ ഐസ്, which gives 0 degree or below temperature. 0 ഡിഗ്രി അല്ലെങ്കിൽ അതിന് താഴ്ന്ന ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു കണ്ടെയ്നറിലേക്ക് ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഇലക്ട്രോഡും ആൽക്കലിയും എല്ലാം കൂടെ ചേർന്ന ആ ഒരു സെറ്റപ്പിനെ ഇറക്കി വെക്കുന്നു. ആൻഡ് വി ആർ അപ്ലൈയിങ് ദ ഹൈ വോൾട്ടേജ് ഓഫ് 50,000 വോൾട്ട്. നമ്മൾ ഈ ഹൈ വോൾട്ടേജ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. എന്താ പറ്റും? ഡ്യൂ ടു ഹൈ വോൾട്ടേജ് ആ ചൂട് കൊണ്ട് ഗോൾഡ് ഗെറ്റ് വെപ്പോറൈസ്ഡ്. ഗോൾഡ് റോഡ് ഫ്യൂസായി അത് വേപ്പർ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡ്യൂ ടു ദ ലോ ടെമ്പറേച്ചർ പ്രൊവൈഡഡ് ബൈ ദ ഐസ് ബാത്ത്, ഐസ് ബാത്ത് പ്രൊവൈഡ് ചെയ്ത ലോ ടെമ്പറേച്ചർ കൊണ്ട് വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ കണ്ടൻസ് ഇൻ ദ സൊല്യൂഷൻ. ദാറ്റ് വിൽ കണ്ടൻസ് ഇൻ ദ സൊല്യൂഷൻ. ആ ഡൈലൂട്ട് ആൽക്കലി വാട്ടർ സൊല്യൂഷനിൽ അത് കണ്ടൻസ് ചെയ്തു. ആൻഡ് ഗോൾഡ് സോൾ, കൊളോയിഡൽ സിസ്റ്റം ഓഫ് ഗോൾഡ് ഈസ് ഫോംഡ്. അങ്ങനെ ഗോൾഡിൻ്റെ കൊളോയിഡൽ സിസ്റ്റം നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതങ്ങനെ നമുക്ക് പറയാം. ഹൗ ഈസ് ഗോൾഡ് സോൾ പ്രിപ്പയർഡ് ഓർ വാട്ട് ഈസ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് ചോദിച്ചാൽ, ഹിയർ വി ആർ സ്ട്രൈക്കിംഗ് ആൻ ഇലക്ട്രിക് ആർക്ക്. ഒന്നുകൂടെ പറയാം. ഹിയർ വി ആർ സ്ട്രൈക്കിംഗ് ആൻ ഇലക്ട്രിക് ആർക്ക് ബിറ്റ്വീൻ 2 ഗോൾഡ് ഇലക്ട്രോഡ്സ് which is kept in a dilute alkali solution which is in turn kept in an ice bath which provides 0 degree centigrade. Due to the high voltage, the gold get vaporized. At the same time, it condenses in the solution to form gold salt. എന്ന് നമുക്ക് പറയാം. ഇനിയും നമുക്ക് പഠിക്കാനുള്ള മറ്റ് 2 ടേമുകളാണ് സോളുകളും ജെല്ലുകളും. വാട്ട് ആർ സോൾ ആൻഡ് ജെൽസ്? സോൾ മീൻസ് സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റം. സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റംസ് ആർ കോൾഡ് സോൾസ്. സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡ് ഡിസ്പേഴ്സൺ മീഡിയവും വരുന്നു. അത്തരം കൊളോയിഡൽ സിസ്റ്റങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്നവരാണ് സോളുകൾ. ജെല്ലുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ജെൽസ് ആർ ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റംസ്. ജെൽസ് ആർ ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റംസ്. അവിടെ ലിക്വിഡ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, സോളിഡ് ആണ് ഡിസ്പേഴ്സൺ മീഡിയം. അപ്പം ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡ് ഡിസ്പേഴ്സൺ മീഡിയവും വരുന്നതാണ് ജെൽ. നമുക്ക് ജെല്ലുകൾ അറിയാം. നമ്മൾ കോൾഗേറ്റ് ജെൽ, ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കും. അതിനകത്ത് ജലാംശം, ആ വാട്ടർ കണ്ടന്റ് വളരെ കുറച്ചേ ഉള്ളൂ. സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൂടുതലായിട്ട് വരുന്നത്. ദറ്റ് ഈസ് ജെൽ എന്ന് വെച്ചാൽ ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റം. പിന്നെ
പിന്നെ ഒരെണ്ണമാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് എമൽഷൻ. എമൽഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിക്വിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റംസ് ആർ കോൾഡ് എമൽഷൻ. എന്നുവെച്ചാൽ ബോത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സൺ മീഡിയം ആർ ലിക്വിഡ്സ്. പക്ഷേ ലിക്വിഡ്സ് ഹാവിങ് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ്, സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ്. ലിക്വിഡ്സ് നമുക്ക് രണ്ട് തരമുണ്ട്: വാട്ടർ നേച്ചേർഡ് ലിക്വിഡ്സ് ആൻഡ് ഓയിൽ നേച്ചേർഡ് ലിക്വിഡ്സ്. ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ രണ്ട് തരത്തിലാണ് നമുക്കറിയാവുന്നത്. ഒന്ന് ഓയിലിൻ്റെ സ്വഭാവമുള്ളത്, ഒന്ന് വാട്ടറിൻ്റെ പോലെ പോളാർ സ്വഭാവമുള്ള ലിക്വിഡ്സ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എമൽഷനുകൾ, ലിക്വിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റം വിച്ച് ആർ കോൾഡ് എമൽഷൻസ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് തരമുണ്ട്. കാരണം ഡിസ്പേഴ്സൺ മീഡിയവും ഫേസും അളവ് 50-50 ആയിരിക്കും, അതിൽ കൂടുതലും കുറവും വരും. അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ലിക്വിഡ് ടൈപ്പുള്ള വസ്തു ഡിസ്പേഴ്സ്ഡ് ഫേസ്, വാട്ടർ ടൈപ്പുള്ള ഡിസ്പേഴ്സൺ മീഡിയത്തിലാണെങ്കിൽ ലിക്വിഡിൻ ഓയിൽ ടൈപ്പുള്ള ലിക്വിഡ് വാട്ടർ ടൈപ്പ് ലിക്വിഡിലാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റം. തിരിച്ചാണെങ്കിലോ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റം. അപ്പോൾ എമൽഷൻസ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഇൻ ലിക്വിഡ് ടൈപ്പാണ്. അത് രണ്ട് തരമുണ്ട്. കാരണം ലിക്വിഡ്സ് രണ്ട് തരം: വാട്ടർ നേച്ചേർഡ്, ഓയിൽ ഇൻ നേച്ചേർഡ്. അപ്പോൾ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പും ഓയിൽ ഇൻ വാട്ടർ ടൈപ്പും. വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? വാട്ടർ ഇസ് ദ ഫേസ് ആൻഡ് ഓയിൽ ഈസ് ദ മീഡിയം. വാട്ടറിൻ്റെ അംശം കുറവായിരിക്കും, ഓയിൽ കൂടുതലായിരിക്കും. വാട്ടറിൻ്റെ അംശം കുറവ്, ഓയിലിൻ്റെ അംശം കൂടുതൽ. അതിന് എക്സാമ്പിളാണ് ഫിഷ് ഓയിൽസ്, കോഡ് ലിവർ ഓയിൽ, ഷാർക്ക് ലിവർ ഓയിൽ. എണ്ണകളൊക്കെ അതിന് എക്സാമ്പിളാണ്. അതിലൊക്കെ ജലാംശത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇനി തിരിച്ച് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. ഓയിൽ കുറവാണ്, ഓയിൽ നേച്ചർ ലിക്വിഡ് ഫേസ് ആണ്. വാട്ടർ നേച്ചേർഡ് ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ ഇറ്റ് സെൽഫ് ഇസ് ദ മീഡിയം. അപ്പം ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്, ദാറ്റ് ഈസ് കോൾഡ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റം അല്ലെങ്കിൽ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻസ്. അതിന് എക്സാമ്പിളാണ് മിൽക്ക്, പാൽ. ഫാറ്റ്, ലിക്വിഡ് ഫാറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ഈസ് കോൾഡ് മിൽക്ക്. ലിക്വിഡ് ഫാറ്റ് വെള്ളത്തിൽ ലയിച്ചിരിക്കുന്നതാണ് മിൽക്ക് എന്ന് പറയുന്നത്. അവിടെ ഫാറ്റ് കുറവാണ്. 35-40% ഫാറ്റും 60-65% വാട്ടറും ചേർന്നാണ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റംസ്. എമൽഷൻസ് ടു ടൈപ്സ്: വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിന് എക്സാമ്പിളാണ് ഫിഷ് ഓയിൽസ്, ഷാർക്ക് ലിവർ ഓയിൽ, കോഡ് ലിവർ ഓയിൽ, എക്സെട്ര. ആൻഡ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിൻ്റെ എക്സാമ്പിളാണ് മിൽക്ക് ഇസ് ആൻ എക്സാമ്പിൾ. ഇനിയും ലാസ്റ്റ് പോയിന്റ് ഇതിനകത്ത് പഠിക്കാനുള്ള ഈ ചർച്ചയിലുള്ളത് എമൽസിഫൈങ് ഏജൻസ്. അപ്പോൾ ഈ എമൽഷൻസ് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ചില വസ്തുക്കൾ ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് സ്റ്റേബിളായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അണ്ടർ ഓർഡിനറി കണ്ടീഷൻ ദ എമൽഷൻസ് ആർ നോട്ട് സ്റ്റേബിൾ. സാധാരണ കണ്ടീഷനുകളിൽ ഈ എമൽഷൻസ് ഒന്നും സ്റ്റേബിൾ അല്ല. ബട്ട് ടു പ്രിപ്പയർ എ സ്റ്റേബിൾ എമൽഷൻ we have to add certain external substances. ചില വസ്തുക്കളെ നമുക്ക് പുറത്തുനിന്ന് ആഡ് ചെയ്യണം. they are called emulsifying agents, emulsifiers എന്ന് പറയും. emulsifying agents അല്ലെങ്കിൽ emulsifiers. emulsifying agents or emulsifiers are certain substances which are added to make a stable emulsion, which are added to form a stable emulsion. സാധാരണ ലയോഫിലിക് കൊളോയിഡുകളാണ് എമൽസിഫൈങ് ഏജൻറ്റുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫുഡ് ഐറ്റങ്ങളൊക്കെ ഇപ്പം ജാം അല്ലെങ്കിൽ ജെല്ലീസ് അത്രയൊക്കെ മേടിക്കുമ്പം അതിനകത്ത് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കും എമൽസിഫൈങ് ഏജൻറ്റ്സ് ആഡഡ്, അതിൻ്റെ പേരെഴുതി വെച്ചേക്കും. അപ്പോൾ ജെലാറ്റിൻ ഈസ് എ ഗുഡ് എമൽസിഫൈങ് ഏജൻറ്റ്. ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഒരു എമൽസിഫൈങ് ഏജൻറ്റാണ് ജെലാറ്റിൻ. അപ്പോൾ എമൽസിഫൈങ് ഏജൻറ്റ് ഓർ എമൽസിഫയേഴ്സ് ആർ സബ്സ്റ്റൻസസ് which are added during the preparation of emulsions in order to make stable emulsions. ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഇനിയും ഒരു പോയിന്റും കൂടെ, ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നന്ദി, നമസ്കാരം.